السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد وعلى آله وصحبه والذين اتبعوهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. إنما يعمر مساجد الله من آمن بالله واليوم الآخر وأقام الصلاة وآتى الزكاة ولم يخش إلا الله فعسى أولئك أن يكونوا من المهتدين. വേദിയിലുള്ള ദ്വീപ് സമൂഹത്തിലെ തൗഹീദിൻ്റെ പ്രബോധനത്തിന് അമരക്കാരായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ, നാട്ടിൽ നിന്ന് വന്ന പണ്ഡിതന്മാരെ, ഈ വേദിയിൽ എൻ്റെ സംസാരം കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരികളെ, ഒരു മഹത്തായ ദൗത്യം പൂർത്തീകരിച്ച സന്തോഷത്തിലാണ് നിങ്ങൾ. ഈ നാട്ടിൽ പടച്ചവനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്ന, പള്ളിമുനാരങ്ങളിൽ നിന്ന് ഉയരുന്ന തൗഹീദിൻ്റെ ധ്വനികൾ ജീവിതത്തിലും അർത്ഥവത്തായി പാലിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ആരാധനക്കായി മസ്ജിദുർ റഹ്മ ആരംഭിച്ചിരിക്കുകയാണ്. ഏക മസ്ജിദ്. തൗഹീദ് ഉള്ള മനുഷ്യന്മാർക്ക്, മുവഹിദുകളായ മനുഷ്യന്മാർക്ക് ഇബാദത്ത് അനുഷ്ഠിക്കുന്നതിന് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുർ റഹ്മ. നിങ്ങൾക്കറിയാം എന്തിനാണ് മസാജിദുകൾ. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. സൂറത്ത് അൽ ജിന്ന്, അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആരാധനാ സ്ഥലങ്ങളായി സ്വീകരിക്കപ്പെടുന്ന പള്ളികളെല്ലാം അള്ളാഹുവിൻ്റേതാണ്. ആ അള്ളാഹുവിൻ്റെ പള്ളികളിൽ അള്ളാഹു അല്ലാത്ത ആളുകൾ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടരുത്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ആ പള്ളികളോട് അനുബന്ധിച്ച് പല രൂപത്തിലുള്ള ബിദ്അത്തുകളും ഉയർന്നു വരുന്നത് സാധാരണ നമ്മൾ കണ്ടുവരുന്നു. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരുപാട് പള്ളികൾ, അതിൻ്റെ പരിസരങ്ങളിലായി മഖാം, ചില വ്യക്തികളുടെ പേരുകളിൽ സ്ഥാപിക്കപ്പെട്ട മഖാമുകൾ കാണാൻ സാധിക്കും. ആ പള്ളികൾക്കകത്ത് നിർബന്ധ നമസ്കാരം നിർവഹിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന മനുഷ്യന്മാർ നേരെ പുറത്തിറങ്ങാതെ മഖാമിലേക്ക് തിരിഞ്ഞ് അവിടെയും കുറേ പ്രാർത്ഥനകൾ നടത്തിയാണ് അവർ വീട്ടിലേക്ക് പോകുന്നത്. ഇങ്ങനെ അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തവും അള്ളാഹു അല്ലാത്തവരുടെ ആശീർവാദവും അള്ളാഹു അല്ലാത്തവരുടെ അനുഗ്രഹവും പ്രതീക്ഷിച്ചുകൊണ്ട് കെട്ടി ഉയർത്തപ്പെട്ട മഖബറകൾ, അത് നമ്മുടെ പരലോകമാണ് നഷ്ടപ്പെടുത്തുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. പള്ളികൾ എന്ന് പറയുന്നത് അള്ളാഹുവിന് മാത്രം സുജൂദ് ചെയ്യാനുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ടാണ് മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം, മത്അം ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, മദ്രസ പഠിക്കുന്ന സ്ഥലം. അങ്ങനെയാണ് മസ്ജിദ് മക്കാനു സുജൂദ്, സുജൂദിൻ്റെ സ്ഥലം. ആർക്കാണ് സുജൂദ്? അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരു ഖബറിൻ്റെ മുമ്പിലും ഒരു വലിയിൻ്റെ മുമ്പിലും ഏതെങ്കിലും ജീവിച്ചിരിക്കുന്നവരോ മരിച്ചുപോയവരോ ആയ മഹാന്മാരുടെ മുമ്പിലും സുജൂദ് ചെയ്യാൻ പാടില്ല, റുക്കൂ ചെയ്യാൻ പാടില്ല, കുമ്പിടാൻ പാടില്ല. എല്ലാ സുജൂദുകളും ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പടച്ചതമ്പുരാനായ അള്ളാഹുവിനാണ് നിർവഹിക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിന് സത്യവിശ്വാസികളായ ആളുകൾ സുജൂദ് ചെയ്യാൻ വേണ്ടി എത്തിപ്പെടുന്ന സ്ഥലമാണ്.
അതുകൊണ്ട് ആ പള്ളികളെ പരിപാലിക്കുവാനും പള്ളികൾ നിർമ്മിക്കുവാനും പള്ളികളെ പരിചരിക്കുവാനും പള്ളികളെ സംരക്ഷിക്കുവാനും അവകാശമുള്ള ആളുകൾ മുവഹിദുകൾ മാത്രമാണ്. സൂറത്ത് തൗബയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വ അഖാമസ് സ്വലാത്ത വ ആതസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ് അസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ. പള്ളികൾ പരിപാലിക്കാൻ, അവിടെ വന്ന് ആരാധനകളിൽ മുഴുകി ജനപ്പെരുമാറ്റമുണ്ടാക്കാൻ, അതാണ് ഇമാറത്ത് എന്ന് പറഞ്ഞാൽ. അതിന് അവകാശമുള്ളവർ, അതിന് അർഹതയുള്ളവർ, അതിലുള്ള അവരുടെ നിബന്ധനകൾ അള്ളാഹു എണ്ണിപ്പറയാണ്. ഒന്ന്, ഈമാൻ വേണം. മൻ ആമന ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാൻ വേണം. എന്താണ് അള്ളാഹുവിലുള്ള ഈമാൻ എന്ന് പറഞ്ഞാൽ? റളീതു ബില്ലാഹി റബ്ബ, ഞാൻ അള്ളാഹുവിനെ റബ്ബായി സ്വീകരിച്ചിരിക്കുന്നു. എൻ്റെ എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അൽ ഹയ്യു അൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ആരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല? അവനല്ലാതെ വേറെ ഒരു ആരാധ്യനുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്. മരണം അവനില്ല, നാശം അവനില്ല, ഒടുക്കം അവനില്ല. അങ്ങനെയുള്ള ആകാശഭൂമികളുടെ സൃഷ്ടാവായ അല്ലാഹു, ആ അല്ലാഹു, അവനല്ലാതെ മറ്റൊരാരാധ്യനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അവൻ്റെ കയ്യിലാണ്. അതിപ്പോൾ നമ്മൾ മടവൂർ ഷെയ്ഖിൻ്റെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനും ഭരിക്കാനുമുള്ള കഴിവും അവകാശവും ചില ഷെയ്ഖന്മാർക്ക് ആളുകൾ വകവെച്ചു കൊടുത്തിരിക്കുകയാണ്. സഹോദരന്മാരെ, പാടില്ല. പടച്ച തമ്പുരാന് മാത്രം അവകാശപ്പെട്ടതാണ് ആ ഭരണാധികാരം. ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. ആ പടച്ച തമ്പുരാൻ ഒരു നിമിഷം പോലും മയങ്ങിപ്പോകുന്നില്ല, ഒരു നിമിഷം പോലും ഉറങ്ങിപ്പോകുന്നില്ല. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശ ലോകത്തുള്ളതും ഈ ഭൂമിയിലുള്ളതും മുഴുവനും അവൻ്റേതാണ്. ഉടമക്കാരൻ അവനാണ്. അങ്ങനെയുള്ള അല്ലാഹു, അവനെ മാത്രം ആരാധിക്കാൻ വേണ്ടി വിശ്വാസികൾ 5 നേരവും നമസ്കാരത്തിന് വേണ്ടി എത്തുന്ന കേന്ദ്രങ്ങളാണ് അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ. ആ ഭവനങ്ങളിൽ ഒന്ന്, അത് പരിചരിക്കുവാൻ അർഹതയുള്ളത് ഒന്ന് ഈമാനുള്ളവരാണ്. അതുപോലെ തന്നെ മരണാനന്തര ജീവിതത്തിൽ വിശ്വാസമുള്ളവരാണ്. എന്താണ് മരണാനന്തര ജീവിതത്തിൽ വിശ്വാസം? ഇവിടെ അമലിനുള്ള ഭൂമിയാണ്, ലോകമാണ്. ഇവിടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള ഭൂമിയാണ്. ആ കർമ്മം മരണത്തോടുകൂടി അവസാനിക്കുന്നു. ഇതാ മാതബ്നു ആദമ ഇൻഖത അമലുഹു. ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ പിന്നെ അമലില്ല. പിന്നെ നെല്ല് വിതക്കാനും കൃഷി ചെയ്യാനുമുള്ള യാതൊരുവിധ അവസരവുമില്ല. പിന്നെ അവിടെ ചെന്നാൽ ഈ ഭൂമിയിൽ നിങ്ങൾ വിതച്ചതും ഈ ഭൂമിയിൽ നിങ്ങൾ കൃഷി ചെയ്തതും വിളവെടുക്കാനുള്ള സ്ഥലമാണ് പരലോകമെന്ന് പറയുന്നത്. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, മരണാനന്തര ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാണ് ഈ ദുനിയാവെന്ന് പറയുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, ആ മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസം ആർക്കുണ്ടോ അവരൊരിക്കലും ശിർക്ക് ചെയ്യുകയില്ല. അവരൊരിക്കലും അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവർ അതോടൊപ്പം അള്ളാഹു അല്ലാത്ത സൃഷ്ടികളോട് വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല. അള്ളാഹുവിനോട് സഹായം തേടുന്ന ആ മനുഷ്യന്മാർ അള്ളാഹു അല്ലാത്ത അവൻ്റെ പടപ്പുകളോട് സഹായം തേടുകയില്ല. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ അലീം. ആ അള്ളാഹുവിനെ പോലെ വേറെ ഒരു ശക്തിയുമില്ല. ഒരാളെയും നിങ്ങൾ അള്ളാഹുവിനോട് തുലനപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവന് ഉപമകളില്ല, അവന് തുല്യന്മാരില്ല. അതുകൊണ്ട് തന്നെ ഒരാളെയും ആ അള്ളാഹുവിനോട് നിങ്ങൾ തുലനപ്പെടുത്താൻ പാടില്ല. വഹുവസ് സമീഉൽ അലീം, അവനെല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. അള്ളാഹുവിന് ഉന്നതമായ നാമങ്ങളുണ്ട്. വലഹുൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്. റഹ്മാന്, റഹീം, ഗഫാർ, ഖാദിർ, ഖദീർ, മുഅ്മിന്, മുഹൈമിന്, ജബ്ബാർ, ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന് നൽകിയിട്ടുള്ള വിശേഷണങ്ങളാണ്. ഇത് ഏത് യാ
ജബ്ബാർ, യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. ഇത് അള്ളാഹിനോടേ പറയാൻ പറ്റുള്ളൂ ഈ പ്രാർത്ഥന. യാ ഹയ്യു യാ ഖയ്യൂം, അള്ളാഹുവിൻ്റെ പേരാണ് ഹയ്യ്, അള്ളാഹുവിൻ്റെ പേരാണ് ഖയ്യൂം, അവൻ്റെ ഉത്തമ നാമങ്ങളിൽപ്പെട്ടതാണ്. വിളിക്കുകയാണ്, യാ ഹയ്യേ യാ ഖയ്യൂമേ ബിറഹ്മതിക അസ്തഗീസ്, നിന്റെ കാരുണ്യം ഞാൻ നിന്നോട് ഇരന്ന് ചോദിക്കുന്നു. അതുകൊണ്ട് ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നീ നന്നാക്കി തരണമേ. എൻ്റെ ആരോഗ്യം, എൻ്റെ അറിവ്, എൻ്റെ കുടുംബജീവിതം, എൻ്റെ മക്കളുടെ കാര്യം, എൻ്റെ വീടിൻ്റെ കാര്യം, എൻ്റെ നാടിൻ്റെ കാര്യം, ഞാൻ ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നീ എനിക്ക് നന്നാക്കി തരണം. അങ്ങനെ നന്നാക്കി തരാൻ വേറെ ആർക്കും കഴിയുകയില്ല. അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും പരമാധികാരി, അള്ളാഹുവാണ് എല്ലാറ്റിനും കഴിവുള്ളവൻ, അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും മേൽനോട്ടക്കാരൻ. അതുകൊണ്ട് നീ എനിക്ക് ആ കാര്യങ്ങൾ ശരിയാക്കി തരണം. വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ, ഒരു നിമിഷ നേരത്തേക്ക് പോലും എൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കുന്ന സ്വഭാവത്തിൽ എന്നെ നീ ഉപേക്ഷിക്കരുത്. എന്നെ എപ്പോഴും നീ പരിരക്ഷിക്കണം, എന്നെ എപ്പോഴും നീ സംരക്ഷിക്കണം, എനിക്കെപ്പോഴും നീ കാവൽ തരണം, എനിക്കെപ്പോഴും നീ ഹിദായത്ത് തരണം. സഹോദരന്മാരെ, എത്ര നല്ല പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. യാ ഹയ്യു യാ ഖയ്യൂമു ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹ് വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ. രാവിലെയും വൈകുന്നേരവും ഒക്കെ ചെല്ലേണ്ട ഒരു ദിക്റാണത്. സഹോദരന്മാരെ, ഇത്ര നല്ല തെളിഞ്ഞ കറകളഞ്ഞ തൗഹീദാണ് ഈ ദുആകളിലും ദിക്റുകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്ത ഒരാളുടെ നേരെ നമുക്ക് തിരിയാൻ സാധിക്കുക? പിന്നെ ആർക്കാണ് പള്ളികൾ പരിപാലിക്കാൻ അവകാശമുള്ളത്? നമസ്കാരം നിർവഹിക്കണം. നിസ്കരിക്കാത്തവരെന്ത് പള്ളി? പലപ്പോഴും പള്ളിയുടെ ഉന്നതന്മാരായ ഭരണാധികാരികളായി ചില ആളുകൾ ഉണ്ടാകാറുണ്ട്. അവരൊന്നും ജമാഅത്തിന് പള്ളി കാണൂല. നാട്ടിലെ പ്രമാണിമാരും പ്രമുഖന്മാരും പണക്കാരും കാര്യപ്പെട്ടവരുമായിരിക്കും. അവരാണ് പള്ളി പ്രസിഡന്റുമാരായും പള്ളി സെക്രട്ടറിമാരായിട്ടും ഉണ്ടാവുക. പക്ഷേ ജമാഅത്തിന് ബാങ്ക് കൊടുത്താൽ അവർ പള്ളിയിൽ കാണില്ല. പ്രത്യേകിച്ച് സുബഹി നമസ്കാരത്തെ പോലെയുള്ള കുറച്ചൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട സമയത്ത് അവർ പള്ളിയിൽ വരില്ല. പക്ഷെ അങ്ങനെയല്ല. പള്ളി പരിപാലിക്കാൻ അർഹതയുള്ളത് 5 നേരവും അവിടെ നമസ്കാരം നിലനിർത്തുവാൻ അതിന് അധികാരപ്പെടുത്തപ്പെട്ടവനും അത് നിർവഹിക്കുന്നവനുമാണ്. അള്ളാഹു അവന് നൽകിയിട്ടുള്ള സാമ്പത്തികമായ ശേഷിയിൽ നിന്ന് കൊടുക്കാൻ പറഞ്ഞ സക്കാത്ത് കൊടുക്കുന്നവരാണ്. പിന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയത്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും ആ പള്ളി പരിപാലിക്കുന്ന ആളുകൾ ഭയപ്പെടുന്നില്ല. വലം യഖ്ശ ഇല്ലല്ലാഹ്, ഔലിയാക്കന്മാരെയോ അമ്പിയാക്കന്മാരെയോ അതുപോലെയുള്ള ഏതെങ്കിലും ആളുകളെയോ തൻ്റെ രക്ഷ അവരിലാണ്, തൻ്റെ അവലംബം അവരിലാണ്, ഞാൻ അവരിലാണ് തവക്കുൽ ചെയ്യുന്നത് എന്നില്ല. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത് അള്ളാഹുവിന് മതി, പിന്നെ വേറെ ആൾക്കാരെന്തിനാണ്? ആ കറകളഞ്ഞ തൗഹീദാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അസാ ഉലൈക അൻ യകൂനു മിനൽ മുഹ്തദീൻ, ഹിദായത്ത് കിട്ടിയ ആളുകൾ ഈ പറഞ്ഞ ആളുകളൊക്കെയാണ്. പള്ളി പരിപാലിക്കുന്ന ആളുകൾ, അള്ളാഹുവിൽ വിശ്വസിക്കുന്നു, മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നു, നമസ്കാരം നിലനിർത്തുന്നു, നിർബന്ധമായ സക്കാത്ത് കൊടുക്കുന്നു, അതുപോലെ തന്നെ എല്ലാ നിലക്കും ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടുന്ന ആളുകൾ പടച്ചോനെ അല്ലാതെ വേറെ ആരെയും ഭയപ്പെടുന്ന ആളുകളുമല്ല. അവർക്കാണ് അള്ളാഹുവിൻ്റെ രക്ഷയുള്ളത്. അവരാണ് യഥാർത്ഥ ഹിദായത്തിൽ വന്ന ആളുകൾ. സഹോദരന്മാരെ, അങ്ങനെയുള്ളൊരു പള്ളി ഇന്നിവിടെ ഉയർന്നു വന്നിരിക്കുകയാണ്. ഇതിവിടെയുള്ള ഏതാനും ആളുകൾക്ക് അവകാശപ്പെട്ട പള്ളിയല്ല, ഇത് ജനങ്ങളുടേതാണ്, അള്ളാഹിൻ്റേതാണ്. ആ പള്ളികളുടെ പ്രാധാന്യത്തെ നമ്മളെപ്പോഴും അതിൻ്റേതായ രൂപത്തിൽ കണക്കിലെടുക്കണം. ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ വയുദ്കറ ഫീഹ ഇസ്മുഹു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുബി വൽ ആസാൽ റിജാലുൻ ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വഇഖാമിസ് സലാത്തി വഇതാഇസ് സകാത്ത് യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹി അൽ ഖുലൂബു വൽ അബ്സാർ ലിയജ്സിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫദ്ലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹ് ആ പള്ളികളെ പരിചയപ്പെടുത്താണ്. എന്താണ് പള്ളികൾ? ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുർഫഅ, അത് നിർമ്മിക്കപ്പെടാനും
പടുത്തുയർത്തപ്പെടാനും അള്ളാഹു അനുവാദം നൽകിയിട്ടുള്ള ആരാധനാലയങ്ങൾ. വയുദ്കറ ഫീഹ ഇസ്മുഹു, അവൻ്റെ നാമങ്ങളാണ് ആ പള്ളികളിൽ അനുസ്മരിക്കപ്പെടേണ്ടത്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, സൂറത്തുൽ ഫാത്തിഹ, വിശുദ്ധ ഖുർആന്റെ പാരായണം, ഇങ്ങനെ എല്ലാം ദിക്റാണ്, എല്ലാം ദിക്റാണ്. അള്ളാഹുവിനെ അനുസ്മരിക്കപ്പെടുന്ന ഗേഹം. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസാൽ, പ്രഭാത പ്രദോഷ സമയങ്ങളിൽ ആ പള്ളികൾക്ക് അകത്ത് വെച്ച് പ്രകീർത്തനം ചെയ്യപ്പെടുന്നു, അള്ളാഹുവിനെ പ്രകീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. റിജാലുൻ, മനുഷ്യന്മാർ, ലാ തുലീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സലാത്ത്, അവരെ നമസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്നും അവരുടെ കച്ചവടങ്ങളും അവരുടെ ലൗകികമായ ഭൗതികമായ പ്രവർത്തനങ്ങളും അവർ തടയുന്നില്ല. നേരെ മറിച്ച് അതിൻ്റെ സമയമായാൽ അവരെല്ലാ ദുനിയാവിയായ കാര്യങ്ങളും നിർത്തിവെച്ച് പള്ളിയിലേക്ക് പോകും. പള്ളി അവർക്ക് ജീവനാണ്. പള്ളി അവരുടെ ഹൃദയത്തിൻ്റെ ആന്തരാളങ്ങളിൽ തുന്നിച്ചേർത്തപ്പെട്ട ഒരു പരിശുദ്ധ ഭവനമാണ്. അതുകൊണ്ട് പരലോകത്ത് അല്ലാഹു തണൽ കൊടുക്കുന്ന 7 ആളുകളിൽ ഒരാളാണ് റജുലുൻ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയങ്ങൾ ബന്ധപ്പെടുത്തിയിട്ടുള്ള ആളുകൾ. സഹോദരമായി ഞാൻ ഇതൊക്കെ പറയുന്നത്, ഈ കിൽത്താൻ എന്ന് പറയുന്ന നാട്ടിൽ ഏകദേശം ഒരു 3000 ചില്ലാനം ആളുകളാണ് നിവസിക്കുന്നത്. ധാരാളം പള്ളികൾ ഇവിടെ ഉണ്ട്, അത് ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുമുണ്ട്. പക്ഷെ ആ പള്ളികൾക്കകത്തൊക്കെ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നമ്മുടെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ച ഇസ്ലാം ദീനിൻ്റെ അനുസരിച്ചാണോ? അവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്ന മുഴുവൻ ദിക്റുകളും ദുആകളും അതുപോലെ തന്നെ ആരാധനാപരമായ കാര്യങ്ങളും പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തിനനുസരിച്ചാണോ? എല്ലാ പള്ളി മുനാരങ്ങളിൽ നിന്നും അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ബാങ്ക് കൊടുക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് വിളിച്ചു പറയുന്നു. അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, അള്ളാഹുവിൻ്റെ ദൂതനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. എന്താണ് ആ സാക്ഷിത്വത്തിൻ്റെ അർത്ഥം? ആ പ്രവാചകൻ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ്. നമുക്ക് സ്വർഗത്തിൽ പോകേണ്ട എന്തെല്ലാം കാര്യമുണ്ടോ ആ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് നമുക്ക് എത്ര ദൂരെ പോകണമോ ആ കാര്യങ്ങളും അള്ളാഹുവിൻ്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. തറക്തുക്കും അലാ മഹജ്ജത്തിൻ ബൈളാ ലൈലുഹാ കനഹാരിഹാ, എല്ലാ ദിക്കുകളും വഴി അറിയാവുന്ന, നിങ്ങൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കേണ്ട ഒരു ആവശ്യവുമില്ല. അങ്ങനെയുള്ളൊരു തുറന്ന മൈതാനിയിൽ നിങ്ങളെ വിട്ടേച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. തറക്തു ഫീക്കും അംറൈനി ഇൻ തമസ്സക്തും ബി ലൻ തളില്ലു ഇൻ തമസ്സക്തും ബിഹിമാ കിതാബല്ലാഹി വസുന്നത്ത് റസൂലിഹി. 2 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ തന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഒന്ന് അള്ളാഹിൻ്റെ കിതാബ് ഖുർആൻ, മറ്റൊന്ന് എൻ്റെ ചര്യ, ഞാൻ ജീവിച്ചു വന്ന, ഞാൻ പറഞ്ഞു തന്ന, ഞാൻ പഠിപ്പിച്ചു തന്ന എൻ്റെ ജീവിതചര്യ. ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് തന്നുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കണം, ഉപേക്ഷിക്കരുത്. എൻ്റെ സുന്നത്ത് ഉപേക്ഷിക്കരുത്. ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹയായി സ്വീകരിച്ച് നിങ്ങളെ പഠിപ്പിച്ച ഖുർആൻ, അത് നിങ്ങൾ ഉപേക്ഷിക്കരുത്, അത് പഠിക്കണം. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള പഠനത്തിനും അതുപോലെ തന്നെ ദീനിയായി അഭ്യുന്നതിയിലേക്ക് എത്താനും ആവശ്യമായ ക്ലാസ്സുകൾ ഈ പള്ളികളിൽ നടക്കണം. പള്ളി കേവലം ബാങ്ക് കൊടുത്ത് ഒന്നുപെടുത്ത് എല്ലാവരും നമസ്കാരത്തിന് പള്ളിയിൽ കയറി നമസ്കാരം നിർവഹിച്ച് എല്ലാവരും ഇറങ്ങിപ്പോകുന്നു, പിന്നെ പള്ളി കൊട്ടി അടക്കുന്നു. അങ്ങനെയല്ല, ആ പള്ളികളിൽ ചില ക്ലാസ്സുകൾ നടക്കണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് പള്ളികൾ എങ്ങനെയായിരുന്നു? എങ്ങനെ ആ പള്ളികളിൽ നമസ്കാരം കഴിഞ്ഞാൽ പ്രവാചകൻ സഹാബത്തിൻ്റെ നേരെ തിരിഞ്ഞിരിക്കും, എന്നിട്ട് അവരോട് ചില ചോദ്യങ്ങൾ ചോദിക്കും, അല്ലെങ്കിൽ അവർക്ക് ചില ചോദ്യങ്ങൾ പ്രവാചകനോട് ചോദിക്കാനുണ്ടാകും. അതിനൊക്കെ പ്രവാചകൻ മറുപടി പറയും. അവരുടെ ദുന്യവിയായ കാര്യത്തിൽ, അവരുടെ ഉഖ്റവിയായ കാര്യത്തിൽ, പാരത്രിക വിഷയത്തിൽ അവർക്ക് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ നബി പറഞ്ഞു കൊടുക്കും. എന്ന് മാത്രമല്ല, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സഹാബത്ത് പള്ളിയുടെ വിവിധ സ്ഥലങ്ങളിൽ കൂടിയിരുന്ന് അവർക്ക് ആവശ്യമുള്ള വൈജ്ഞാനിക കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. പ്രവാചകൻ അത്തരം സദസ്സുകളിലേക്ക് ചെന്നിരിക്കും. അവരുടെ ആ ചർച്ചയിൽ അദ്ദേഹം പങ്കെടുക്കും, അവർക്ക് ആവശ്യമുള്ള ഉപദേശങ്ങൾ കൊടുക്കും.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ വന്ന നിവേദക സംഘങ്ങൾ വന്ന് താവളമടിച്ചിരുന്നത് പള്ളിയിലാണ്. പ്രവാചകനെ തെരഞ്ഞു വന്നവർ, ഖലീഫമാരെ തെരഞ്ഞു വന്നവർ, അവർ വേറെ എവിടെയല്ലേ പോയത്, അവർ പള്ളിയിലാണ് വന്നത്. ആ പ്രവാചകനെ അന്വേഷിച്ച് വരുമ്പോൾ ആളുകൾ കാണിച്ചു കൊടുക്കും, ഇതാണ് പ്രവാചകൻ. അങ്ങനെ ആ പള്ളിയിൽ ചെന്ന് അദ്ദേഹത്തോട് അവർ സംസാരിക്കും. അവർക്ക് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ പ്രവാചകൻ കൊടുക്കും. ചിലപ്പോൾ രാജാക്കന്മാരുടെ ദൂതന്മാർ സന്ദേശങ്ങളുമായി വന്നത് ആ പള്ളികളിലാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ആരംഭകാലത്ത് ചരിത്രത്തിൽ പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാം, ചില പ്രധാനമായ യൂണിവേഴ്സിറ്റികളൊക്കെ പള്ളികളായിരുന്നു. ബഗ്ദാദിലും കൊർഡോബയിലും അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഇസ്ലാം പ്രചരിച്ച പല നാടുകളിലും വൈജ്ഞാനികമായ മുന്നേറ്റമുണ്ടാക്കിയത് പള്ളികളിലൂടെയാണ്. പള്ളികൾ ഗ്രന്ഥശാലകളായിരുന്നു. ആ പള്ളികൾ പ്രധാനപ്പെട്ട ക്ലാസുകൾ നടക്കുന്ന കേന്ദ്രങ്ങളായിരുന്നു. ആ പള്ളികളിൽ പഠിച്ചിരുന്ന ആളുകൾ തന്നെയാണ് മതപരമായ വൈജ്ഞാനികമായ ഖുർആനും ഹദീസും പഠിച്ച ശേഷം അവർ ഗണിതശാസ്ത്രത്തിലും ഭൗതികശാസ്ത്രത്തിലും രസതന്ത്രത്തിലും സാമൂഹ്യ വിഷയങ്ങളിലുമെല്ലാം ഉന്നതന്മാരായ ചിന്തകന്മാരും കണ്ടുപിടുത്തക്കാരും ലോകത്തെ വിസ്മയിപ്പിച്ച ശാസ്ത്രജ്ഞന്മാരുമായി മാറിയത്. അവരൊക്കെ കേവലം ശാസ്ത്രം മാത്രം പഠിച്ച് ഖുർആനും സുന്നത്തും പഠിക്കാത്ത ആളുകളായിരുന്നില്ല. അതിൽ അവഗാഹം നേടി ധാരാളമായി ഖുർആൻ മനഃപ്പാടമുള്ള, ധാരാളമായി ഹദീസ് വചനങ്ങൾ മനഃപ്പാടമുള്ള, ധാരാളമായി ഇസ്ലാമിക പരിജ്ഞാനമുള്ള മഹാപണ്ഡിതന്മാർ അവരാണ് പിന്നെ ഇസ്ലാമിക വിജ്ഞാനങ്ങളിലൂടെയും ഖുർആനിനുമൊക്കെ മുന്നിൽ നിർത്തി ഗവേഷണം നടത്തി ഈ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ വൈദ്യശാസ്ത്രത്തിലും അതുപോലെ തന്നെ മറ്റ് ഗോളശാസ്ത്രത്തിലുമൊക്കെയുള്ള അത്ഭുതങ്ങൾ കാഴ്ചവെച്ച ശാസ്ത്രജ്ഞന്മാർ. ആ ചരിത്രത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ അവരുടെ കേന്ദ്രം അടിസ്ഥാനപരമായി പള്ളികളായിരുന്നു. അപ്പം അതുകൊണ്ടൊരു നാട്ടിൽ പള്ളി വരിക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ സന്തോഷമുള്ള വേറെ കാര്യവുമില്ല. നമ്മുടെ മടിയിൽ കിടക്കുന്ന കുട്ടികൾ, ആ കുട്ടികൾ നമ്മുടെ അമാനത്താണ്. ആ കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, അവരുടെ വ്യക്തിത്വം, അവർ നല്ല മനുഷ്യന്മാരായി വളരണമെന്നാണ് എല്ലാ ഉമ്മൻ്റെയും ബാപ്പൻ്റെയും ആഗ്രഹം. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം പള്ളികളും മദ്രസകളുമാണ്. അതുകൊണ്ട് പള്ളികൾ വേണം, ദീനീ വിദ്യാഭ്യാസത്തിനുള്ള സ്ഥലവും വേണം. അവിടെ വെച്ച് അവർ പഠിക്കണം, തൗഹീദ് പഠിക്കണം. അങ്ങനെ അവരുടെ ചെറുപ്പം മുതൽക്ക് തന്നെ അവരുടെ വിശ്വാസം ശരിയാക്കി കൊണ്ടുവരണം. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസിനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റെടുത്തു. അബ്ബാസ് ചില സാമ്പത്തിക പ്രയാസമുള്ള ആളായിരുന്നു. അതുകൊണ്ട് ചെറിയ കുട്ടിയായ അബ്ബാസിനെ നബി ഏറ്റെടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൂടെ വളർന്ന അബ്ബാസിനോട്, ചെറിയ കുട്ടി, ആ ചെറിയ കുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചത് നമുക്ക് കാണാം. മൊയ്യദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ, ബദരീങ്ങളെ ആണ്ട് നടത്തണമെന്നോ, അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ചില മതപരമായ ചടങ്ങുകളും ആചാരങ്ങളും നടത്തണമെന്നോ ഒന്നുമല്ല. എന്താണ് ഇബ്നു അബ്ബാസിനോട്, ഇദാ സഅൽത ഫസ്അലില്ലാഹ് ഫഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് ലൈൻ ഇജ്തമഅ അലൈക എന്താണ് അവലുഹും വആഖിറുഹും വലൗ അറാദു അൻ യൻഫഉക ബിശൈഇൻ ലാ യൻഫഉക ബിശൈഇൻ ഇല്ലാ കതബഹുല്ലാഹു അലൈക ഇല്ലാ കതബഹുല്ലാഹു ലക്. ഇബ്നു അബ്ബാസിനെ വിളിച്ചിരുത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മകനെ, നീ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അത് പടച്ചോനോട് ചോദിച്ചാൽ മതി. വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് നിന്നോട് ചോദിച്ചാൽ ഞാൻ അവരുടെ സമീപത്തുള്ളവരാണെന്ന് നീ പറയണം. എന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, എന്നോട് അവൻ ദുആ ചെയ്താൽ ഞാൻ ആ ദുആക്ക് അവൻ ഉത്തരം ചെയ്യും. ഫല്യസ്തജീബൂ ലീ വൽയുമിനൂ ബി, അതുകൊണ്ട് എൻ്റെ ഈ ആഹ്വാനത്തിന് അവർ ചെവിക്കൊണ്ട് എന്നോട് അവർ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ, എന്നിൽ അവർ വിശ്വസിക്കട്ടെ. അപ്പോൾ പടച്ചോൻ എല്ലാ നിലക്കും നിങ്ങൾക്ക് ഉത്തരം ചെയ്യാനും നിങ്ങൾക്ക് രക്ഷ നൽകാനും നിങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാനും അലൈസല്ലാഹു ബികാഫിൻ അബ്ദ, ഒരടിമയ്ക്ക് അല്ല പോരെ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു. പിന്നെ എന്തിനാണ് വേറെ ആൾക്കാർ, പിന്നെ എന്തിനാണ് സൃഷ്ടികളുടെ അടുക്കലേക്ക് നമ്മൾ തിരിഞ്ഞു പോകുന്നത്? അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം എന്തിന് നമ്മൾ സൃഷ്ടികളോട് ചോദിക്കുന്നു? നമുക്ക് ശിഫ നൽകാനും നമ്മുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരാനും നമുക്ക് ആരോഗ്യം നൽകാനും നമുക്ക് സന്താനങ്ങളെ നൽകാനും നമുക്ക് ഗൾഫിൽ പോകാൻ സഹായിക്കാനും നമുക്ക് നല്ല ജോലി കിട്ടാനും നല്ല ഭാര്യയെ കിട്ടാനും നല്ല കുടുംബജീവിതത്തിനും എല്ലാം നമുക്ക് ചോദിക്കാവുന്ന ആരോടാണ്? അള്ളാഹിനോട് ചോദിച്ചാൽ
അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരടിമ ഒരാവശ്യവുമായി അള്ളാഹുവിൻ്റെ നേരെ കൈനീട്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യറുദ്ദുഹാ സിഫ്റ, ഒന്നും കൊടുക്കാതെ തിരിച്ചു ആ കൈ താഴ്ത്തി കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല. ഒന്ന് പരീക്ഷിച്ച് നോക്കി, അള്ളാഹിനോട് ചോദിച്ചു നോക്കി. നിങ്ങൾ ആത്മാർത്ഥമായി പടച്ചവനോടൊരാവശ്യം ചോദിച്ചിട്ട് കൈ ഉയർത്തിയാൽ ആ കൈ ഒന്നും കൊടുക്കാതെ അള്ളാഹ് മടക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒന്നുകിൽ നിങ്ങളുടെ ആവശ്യം അള്ളാഹു പെട്ടെന്ന് നിർവഹിച്ചു തരും, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ആവശ്യം ഇപ്പോഴല്ല, അത് നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാണ് എന്നറിയാവുന്നവനാണ് അള്ളാഹു. അതുകൊണ്ട് കുറച്ച് താമസിച്ച് അതിന് ഉത്തരം ചെയ്യും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു വിപത്ത്, ഒരാപത്ത് നിങ്ങളുടെ ഈ പ്രാർത്ഥന കാരണം അള്ളാഹു തടുക്കും. ഈ 3 വിഷയത്തിൽ ഉത്തരം കിട്ടാത്ത ഒരു ദുആയുമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഇബ്നു അബ്ബാസിനോട് വന്ന് ചോദിച്ചാൽ അള്ളാഹിനോട് ചോദിക്കണം, സഹായം തേടിയാൽ അള്ളാഹുവിനോട് സഹായം ചോദിക്കണം. ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ആദ്യമുള്ളവരും അവസാനമുള്ളവരും എല്ലാ മനുഷ്യന്മാരും നിനക്കൊരു ഉപകാരം ചെയ്യണമെന്ന് തീരുമാനിച്ചു. ലം യൻഫഉക ബിശൈഇൻ ഇല്ലാ മാ കതബഹു അല്ലാഹു ലക്. അള്ളാഹു നിനക്ക് ഉണ്ടാകണം എന്ന് പടച്ചവൻ കണക്കാക്കിയിട്ടുണ്ടെങ്കിലല്ലാതെ ഈ മുഴുവൻ മനുഷ്യന്മാർക്കും നിനക്ക് ഒരു ഉപകാരം ചെയ്യാൻ സാധ്യമല്ല. ഇനി ആ മനുഷ്യന്മാർ മുഴുവനും ഒരുമിച്ച് കൂടി നിന്നെ ഒന്ന് ഉപദ്രവിക്കണമെന്ന് വിചാരിച്ചു, നിനക്കൊരു ദ്രോഹം ചെയ്യണമെന്ന് വിചാരിച്ചു. എന്നാൽ നിന്നെ രോമത്തിന് തൊടാൻ അവർക്ക് സാധ്യമല്ല, അള്ളാഹു അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലല്ലാതെ. അതാണ് നേരത്തെ ആയത്തിൽ പറഞ്ഞത്, വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ വേറെ ആരെയും അവർ ഭയപ്പെടുന്നില്ല. അപ്പോൾ സഹോദരന്മാരെ, ആ തരത്തിൽ നമ്മുടെ അമാനത്തുകളായ കുഞ്ഞുങ്ങൾ അവർ പല സ്ഥലങ്ങളിലും, ഞങ്ങളുടെ കേരളത്തിലൊക്കെ വന്നാൽ പല ടൗണുകളിലും പല പള്ളിക്കൂടങ്ങളുടെ പരിസരങ്ങളിലും ശരിക്ക് നടക്കാൻ പോലും കഴിയാതെ ആടി ഉലഞ്ഞ് മയക്കുമരുന്ന് അടിച്ചു കയറ്റി മദ്യപാനം നടത്തി ഒരുപാട് ചീത്ത കൂട്ടുകാരോടൊപ്പം ശരിയായ നിലയ്ക്ക് പള്ളിക്കൂടത്തിൽ ക്ലാസ് റൂമിൽ വന്ന് പഠിക്കുന്നതിന് പകരം ക്ലാസ്സുകൾ കട്ട് ചെയ്ത് ഈ ദുഷിച്ച കശ്മലന്മാരുടെ കൂടെ തെണ്ടി നടക്കുന്ന കുട്ടികൾ, അവരെത്രമാത്രം ദുഃഖകരമായ സത്യമാണ്, ചിത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ആ കുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ നമ്മൾ നല്ല നിലയ്ക്ക് സംരക്ഷിച്ച് വളർത്തണം. അള്ളാഹുവിനെ സംബന്ധിച്ച് പേടി അവരെ പഠിപ്പിക്കണം. അവരുടെ ഹൃദയത്തിൽ ഈമാൻ ഉണ്ടാക്കണം. അവരെ നമ്മൾ കൊണ്ടു നടക്കണം. നമ്മുടെ നല്ല ശ്രദ്ധ അവരിൽ ഉണ്ടാകണം. കഴുകന്മാർ ഇടത്തും വലത്തും മുന്നിലും പിറകിലും അവരെ തട്ടിക്കൊണ്ടുപോകാൻ, റാഞ്ചിക്കൊണ്ടുപോകാൻ പരിസരത്തുണ്ട്. അതിന് നമ്മൾ അനുവാദം കൊടുക്കാൻ പാടില്ല. ആരാണ് കൂട്ടുകാരൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിലാണ്. അതുകൊണ്ട് ആരാണ് അവൻ്റെ കൂട്ടുകാരൻ എന്ന് അവൻ പരിശോധിക്കട്ടെ. അനിൽ മർഇ ലാ തസ്അൽ വസൽ അൻ ഖരീനിഹി വകുല്ലു ഖരീനിൻ ബിൽ മുഖാരീനി യഖ്തദി. ഒരാളെക്കുറിച്ച് നീ ഒരു രാജ്യത്ത് ചെന്ന് അന്വേഷിച്ചാൽ അയാളെക്കുറിച്ച് ചോദിക്കേണ്ടതില്ല, അയാൾ അടുത്ത കൂട്ടുകാരൻ ആരാണ് എന്ന് നോക്കിയാൽ മതി. അപ്പം ആ കൂട്ടുകാരനെ കുറിച്ച് നിനക്കെന്ത് വിഷയമാണോ കിട്ടിയത്, എന്നാൽ അത് തന്നെ ഇയാളെക്കുറിച്ച് നീ ഉറപ്പിച്ചോ. കാരണം ഏതൊരു കൂട്ടുകാരനും തൻ്റെ കൂട്ടുകാരനെ അനുകരിക്കുന്നവനാണ്. അവൻ്റെ സ്വഭാവങ്ങളൊക്കെ ഇവനിലുമുണ്ടാകും, ഇവൻ്റെ ഗുണങ്ങളൊക്കെ അവനിലുണ്ടാകും, അവൻ്റെ ദോഷങ്ങളൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. അതുകൊണ്ട് കൂട്ടുകെട്ട് വളരെ പ്രധാനമാണ്. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണമുണ്ടാക്കാൻ ഈ കുട്ടികളെ നമ്മുടെ പള്ളികളുമായി ബന്ധപ്പെടുത്തണം. ആരാധനാ സ്ഥലങ്ങളിൽ അവരെ കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സുജൂദിൽ പോലും നബിയുടെ കഴുത്തിൽ കയറി കളിക്കുന്ന പേരക്കുട്ടികളുടെ ചരിത്രം ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പള്ളികളിൽ അവരുണ്ടായിരുന്നു, നമസ്കരിക്കുന്ന സ്ഥലത്ത് അവരുണ്ടായിരുന്നു. കുട്ടികൾ നമുക്കൊരു ദോഷമുള്ള കാര്യമല്ല. പക്ഷേ മറ്റുള്ളവരുടെ ആരാധനയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിധം ഓടിക്കളിക്കാനോ പള്ളിയിൽ ബഹളമുണ്ടാക്കാനോ സമ്മതിക്കരുതെന്ന് മാത്രം. അവർ പഠിക്കട്ടെ, നമസ്കാരം പഠിക്കട്ടെ, ദീന് പഠിക്കട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, എൻ്റെ ഈ നാട്ടിലെ സ്നേഹമുള്ള സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേരുക. നിങ്ങളുടെ കൂടെ മാതാപിതാക്കൾ, നിങ്ങളുടെ സഹോദരീ സഹോദരന്മാർ, നിങ്ങളുടെ സ്നേഹിതന്മാർ, ലാഹുല്ല വലാ ശഫാ, ശുപാർശക്കാർ, സ്നേഹിതന്മാർ, കൂട്ടുകാർ ആരും ഉണ്ടാവുകയില്ല. വകുല്ലുഹും യഅതീഹി യൗമൽ ഖിയാമത്തി ഫർദാ, ഏകനായി ആരും കൂടെയില്ലാതെ അള്ളാഹുവിൻ്റെ അടുക്കൽ മുമ്പ് നിൽക്കേണ്ട അവനാണ്.
ആ മനുഷ്യന്റെ കയ്യിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ജീവിതത്തിൻ്റെ മുഴുവൻ പ്രമാണങ്ങളും നിവർത്തി കൊടുക്കുമ്പോൾ അവിടെ അവനെ സംബന്ധിച്ചിടത്തോളം ഇഖ്റ കിതാബക് കഫാ ബിനഫ്സിക അൽയൗമ അലൈക ഹസീബ മൻ ഇഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി വമൻ ളല്ല ഫഇന്നമാ യളില്ലു അലൈഹാ വലാ തസിറു വാസിറത്തുൻ വിസ്റ ഉഖ്റാ വമാ കുന്നാ മുഅദ്ദിബീന ഹത്താ നബഅസ റസൂല. സഹോദരന്മാരെ, അല്ലാഹു വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത്, സൂറത്ത് ബനി ഇസ്രായേൽ പറയുന്നത്, ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിവൃത്തി പിടിച്ച് അവന് ഗ്രന്ഥം കൊടുക്കും. എന്നിട്ട് ആ പുസ്തകം വായിക്കാൻ പറയും. നീ എന്താണോ പ്രവർത്തിച്ചത് അത് മുഴുവനും അതിലുണ്ട്. ഹൈറായ കാര്യങ്ങളുണ്ട്, ഷർറായ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് വേറെ ആരും അതിലിടപെടാൻ വരികയില്ല. നീ മാത്രമാണ് അതിൻ്റെ ഉത്തരവാദി. അങ്ങനെയുള്ളൊരു അവസരത്തിൽ നമ്മൾ ചില ആളുകൾ നമ്മളെ പറഞ്ഞ് പറ്റിക്കുന്നതനുസരിച്ച് നമ്മൾ ആടിക്കൊടുത്താൽ, അവർ പറയുന്നതനുസരിച്ചുള്ള ശിർക്കിലും ബിദ്അത്തുകളിലും നൂലാമാലകളിലും നമ്മൾ അകപ്പെട്ട് ചെന്നാൽ ഒരിക്കലും ഇത് തബറ അല്ലദീന തുബിഉ മിനല്ലദീന തബഉ വറഅൽ അദാബ വതഖത്തഅത ബിഹിമുൽ അസ്ബാബ്. നമ്മൾ ആരെയാണോ നേതാവായി സ്വീകരിച്ചത്, ആ നേതാവും അനുയായിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടും. അനുയായിയുടെ പാട്ടിനും നേതാവിൻ്റെ പാട്ടിനും തെരഞ്ഞു നടന്നിട്ട് ആരെയും കാണുകയില്ല. മാത്രമല്ല അവർ ഖേദം പ്രകടിപ്പിക്കും. സഹോദരന്മാരെ, ധാരാളം പ്രസംഗം ഇവിടെ ഇനിയും നടക്കാനുണ്ട്, ഞാനത് നീട്ടി പറയല്ല. അപ്പം ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു പരിസ്ഥിതിയിൽ നമുക്ക് മാത്രമായി പടച്ചവൻ്റെ അടുക്കലേക്ക് ചെല്ലേണ്ട ഒരു ഗതിയെക്കുറിച്ച് ഓർത്തുകൊണ്ട്, ആണായാലും പെണ്ണായാലും, അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യുളിഉ അജ്റൽ മുഹ്സിനീൻ, നന്മ പ്രവർത്തിക്കുന്നവരുടെ നന്മ അല്ലാഹു പാഴാക്കി കളയുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഏകനായ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക, അവൻ്റെ ദീന് ശരിയായി പഠിക്കുക. ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു ജിഹാദാണ്. ആയുധം കൊണ്ട് മാത്രമല്ല ഇസ്ലാമിൽ ജിഹാദുള്ളത്, ഇൽമ് കൊണ്ട് ജിഹാദുണ്ട്. ആ ഇൽമ് സ്വയം പഠിക്കുകയും താൻ പഠിച്ച ഇൽമ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. ഈ സമ്മേളനങ്ങളൊക്കെ അതിനുള്ളതാണ്. ജനങ്ങൾക്ക് ഇൽമ് പകർന്നു കൊടുക്കാൻ, അറിവ് പകർന്നു കൊടുക്കാൻ, നേരായ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ. അതുകൊണ്ട് അങ്ങനെയുള്ള സംരംഭങ്ങൾ നാട്ടിൽ നിർലോഭം നടക്കണം, എല്ലാവരുടെയും സഹകരണത്തോടുകൂടി. അതുകൊണ്ട് നാം ഏതൊരു ആളെ നമ്മുടെ ഇമാമായി നിശ്ചയിച്ചിട്ടുണ്ടോ, അയാൾ എനിക്ക് നൽകുന്നത് രക്ഷയുടെ മാർഗമാണോ, അല്ല ഞാൻ നാളെ പരാജയപ്പെട്ടു പോകുന്ന യൗമ യഅദ്ദു ളാലിമു അലാ യദൈഹി വയഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅർ റസൂലി സബീല യാ ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല ലഖദ് അളല്ലനി അനി ദിക്രി ബഅദ ഇദ് ജാഅനി വകാന ശൈത്താനുൽ ഇൻസാനി ഖദൂല. അതായത് ആ റസൂൽ പറഞ്ഞ മാർഗം ഞാൻ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, എന്നാൽ എന്നെ വഴിപഴപ്പിക്കുകയും തെറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന ആളുടെ സംസാരം, അയാളുടെ ഉപദേശം ഞാൻ കേൾക്കാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. അവരെന്നെ വഴിപഴപ്പിച്ച് കളഞ്ഞു എന്ന് ഖേദം പറയുന്ന, സങ്കടം പറയുന്ന ആ സമയത്ത്, സങ്കടത്തിൻ്റെ സമയമല്ല, വഅൻദിറുഹും യൗമൽ ഹസ്റ, ആ ഖേദത്തിൻ്റെ സങ്കടത്തിൻ്റെ ദിവസം വരാനുണ്ടെന്ന് അവർക്ക് നീ മുന്നറിയിപ്പ് കൊടുക്കണം. ഇത് കുലിയൽ അമ്രു, കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ടു. നരകക്കാരൻ നരകത്തിലേക്കും സ്വർഗക്കാരൻ സ്വർഗത്തിലേക്കും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. വഹും ഫീ ഗഫ്ലത്തിൻ, ഈ വസ്തുത അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടും അവർ അശ്രദ്ധരാണ്, കേൾക്കുന്നില്ല, അനുസരിക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. അവർ താന്തോന്നികളായി നടക്കുകയാണ്. വഹും ലാ യുഅ്മിനൂൻ, ഇത്രമാത്രം വ്യക്തമായ, സരളമായ, ലളിതമായ യാഥാർത്ഥ്യങ്ങൾ അവരുടെ മുമ്പിൽ പറഞ്ഞിട്ടും അവർ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് അന്തിറുഹും യൗമൽ ഹസ്റ, ആ ഖേദത്തിൻ്റെ ദിവസം, സങ്കടപ്പെടേണ്ടുന്ന ദിവസം, പരിഹരിക്കാനാവാത്ത നഷ്ടത്തിൻ്റെ ദിവസം, അതുവരെ നീ മുന്നറിയിപ്പ് നൽകണം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതാണ് എന്നോടും നിങ്ങളോട് ഞാൻ നിർവഹിക്കുന്നത്. പടച്ച തമ്പുരാൻ നമ്മൾ ഇന്ന് തുടങ്ങി വെച്ച ഈ പള്ളി ഇവിടെയുള്ള എല്ലാ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെയും ഒരു കേന്ദ്രമായി തീരുകയും അത് നമ്മുടെ ഈ സമൂഹത്തിൻ്റെയും ഈ നാട്ടിൻ്റെയും നല്ല ഒരു ഭാവിക്ക് ഒരു വലിയ കേന്ദ്രമായി മാറട്ടെ എന്നും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മുജാഹിദ് ദ്വീപ് സമൂഹത്തിലെ ഈ കിൽത്താനിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ മുജാഹിദ് സമ്മേളനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പടച്ചവൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ്.
അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് സർവ്വലോക സ്രഷ്ടാവും പരിപാലകനുമായവന് മാത്രം സുജൂദ് ചെയ്യാനും അവനോട് മാത്രം പ്രാർത്ഥിക്കാനും